ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് PSCയുടെ പാർട്ട് 4 നാലാമത്തെ ഭാഗമാണ് നമ്മൾ പറയുന്നത്. PSCക്ക് കഴിഞ്ഞ വർഷങ്ങളോളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ, അതാണ് നമ്മളൊരു പ്രത്യേകത. കാരണം അതിനൊരു ജസ്റ്റിഫിക്കേഷൻ സാധാരണ ഇതിൽ വന്ന് ആൻസർ പറഞ്ഞു പോവാണ്. ചിലതിന് ജസ്റ്റിഫിക്കേഷൻ വേണം. എന്നാൽ ചില ഭാഗങ്ങളിൽ നമ്മളവിടെ ജസ്റ്റ് ആൻസർ പറഞ്ഞു പോകാനേ ഉള്ളൂ. പക്ഷേ ജസ്റ്റിഫിക്കേഷൻ വേണ്ടത് എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ വന്നതെന്നുള്ള ജസ്റ്റിഫിക്കേഷൻ കൂടെ വേണം. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങളിത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റ് നിങ്ങളെ അറിയിക്കണം. അപ്പോഴാണ് നമ്മളിനി മുന്നോട്ട് പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ ഒരു എപ്പിസോഡ് നമ്മൾ എഴുത്തിൻ്റെ ചില ഭാഗങ്ങൾ കണ്ടില്ലായിരുന്നു. അപ്പോൾ അത് നമ്മളൊന്ന് പരിഗണിക്കും. അത് ക്യാമറയിൽ എന്തോ പറ്റിയതാണ് അറിയില്ല. ഓക്കെ, നമുക്കത് കാണാം. ഇതിൽ ഫസ്റ്റ് ചോദ്യം, ഒന്നാമത്തെ ചോദ്യം വരുന്നത്, ദ ഫിഫ്ത്ത് ചാപ്റ്റർ കംപ്രൈസസ് dash 3 sections. The fifth chapter comprises dash the three sections. 3 sections. മൂന്ന് സെക്ഷൻ ആണ് ഈ ഫിഫ്ത്ത് ചാപ്റ്റർ കംപ്രൈസ് ചെയ്യുന്നത്. ബ്രാക്കറ്റിൽ ഇത് പ്രൊപ്പോസിഷൻ ആട്ടോ. പ്രൊപ്പോസിഷൻ തന്നിരിക്കുന്നത് ഓഫ് വിത്ത് നോ പ്രൊപ്പോസിഷൻ ഓൺ. ഓഫ് വിത്ത് ഓൺ ദി നോ പ്രൊപ്പോസിഷൻ. ഇങ്ങനെ തന്നിരിക്കുന്നത്. The fifth chapter comprises dash 3 sections. എന്താ ഇതിന്റെ ആൻസർ? ഇത് പ്രൊപ്പോസിഷനെ വിശദീകരിക്കുന്നില്ല. കംപ്രൈസിന്റെ കൂടെ വേറൊരു പ്രൊപ്പോസിഷൻ വരില്ല. ആൻസർ ഇതാണ്. എന്താ? കംപ്രൈസസ് 3 sections. അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. കംപ്രൈസസ് 3 കൺസിസ്റ്റ് ഓഫ് എന്നുള്ള അർത്ഥം. കൺസിസ്റ്റ് ഓഫ് അതൊരു ഉൾക്കൊള്ളുക, അടങ്ങുക എന്നൊക്കെ അർത്ഥമാണ്. കൺസിസ്റ്റ് ഓഫ് വരും കേട്ടോ. പക്ഷെ കംപ്രൈസ് അവിടെ എന്ത് വരില്ല, അതിന്റെ കൂടെ പ്രൊപ്പോസിഷൻ വരില്ല. ചിലത് പ്രൊപ്പോസിഷൻ വരില്ല, ചിലത് അങ്ങനെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹി ഈസ് സ്റ്റാൻഡിങ് ഡാഷ് അപ്സ്റ്റെയർ. ഈസ് സ്റ്റാൻഡിങ് അപ്സ്റ്റെയർ. ഇപ്പോൾ ഇവിടെ വെക്കേണ്ട പ്രൊപ്പോസിഷൻ ഓൺ, ഇന്ന്, എബവ്, നൺ ഓഫ് ദീസ്. ഇതിലേതാ വരിക? ഇതാണ് വരിക. കാരണം അപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ മുകളിലാണ്, അപ്സ്റ്റെയർ മുകളിലാണ്. പിന്നെ ഇനി അതിന്റെ മുകളിൽ നിങ്ങൾ കൊണ്ട് വേറെ വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇസ് സ്റ്റാൻഡിങ് അപ്സ്റ്റെയർ അങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിക്ടർ സെൽഡം വിസിറ്റ്സ് ഹിസ് അമ്മ. ക്വസ്റ്റ്യൻ നമ്പർ 2. വിക്ടർ സെൽഡം വിസിറ്റ്സ് ഹിസ് അങ്കിൾ. ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കണം, സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കണം. അപ്പൊ ഇതേതാ ഈ സെന്റൻസ്? ഈ സെന്റൻസ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നുന്നത് പോസിറ്റീവ് ആണെന്നാ. പക്ഷേ ഒരു വേർഡ് കണ്ടോ, സെമി നെഗറ്റീവ്. ഞാൻ കഴിഞ്ഞ പാർട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു സെമി നെഗറ്റീവ്സ്. ആ സെമി നെഗറ്റീവ്സ് ഒരു 5-6 ഫ്യൂ, ലിറ്റിൽ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, റയർലി, സെൽഡം. ഈ വേർഡുകളൊക്കെ എന്താണ്? സെമി നെഗറ്റീവ്സ് ആണ്. ഇത് വന്നു കഴിഞ്ഞാൽ ഇത് സെന്റൻസ് നെഗറ്റീവായി. അപ്പൊ നിങ്ങൾ ടാഗിന്റെ അകത്ത് നെഗറ്റീവ് ചേർക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ ആൻസർ വരിക വിക്ടർ. ഇതേതാ ടെൻസ് വരുന്നത്? പിന്നെ ടെൻസ് വെർബ് നോക്കി അറിയാൻ പറ്റും. വിസിറ്റ്സ് പ്രസന്റ് സിമ്പിൾ ആണ്. പ്രസന്റ് സിമ്പിൾ ഓക്സിലറി ഡസ് ഓർ ഡു. അപ്പൊ എന്താ? ഡസിന്റെ വെക്കണോ? ഓക്സിഡന്റ് വെച്ച് ഡസിന്റെ വെക്കണോ? വിസിറ്റ്സ് ആയതൊരു ഡസ് ആണ്. ഓക്സിഡന്റ് വെച്ച് ഇനി ഇൻഡ് വെക്കണോ? നെഗറ്റീവ് ഉണ്ട്, അതുകൊണ്ട് ഇൻഡ് വെക്കണ്ട. ഡസ്. പിന്നെ ആരാണ്? വിക്ടർ. ഹി. ക്വസ്റ്റ്യൻ മാർക്ക്. ഇതാണ് ഇതിന്റെ ആൻസർ. ഡസ് ഹി. ഇത് 4 ഓപ്ഷൻ ഉണ്ട്. ഡസിൻ ഹി, ഡിഡിൻ ഹി, ഡിഡ് ഹി. അപ്പൊ അതിലെ ആൻസർ ഇതാണ് ഡസ് ഹി. അത് വന്നാൽ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. സബ്ജക്റ്റ് നോക്കുക, അതിൽ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കുക. പോസിറ്റീവ് ആണ്, അല്ല സോറി നെഗറ്റീവ് ആണ്. കാരണം സെമി നെഗറ്റീവ് സീലുണ്ട്, സെൽഡം. അപ്പൊ പിന്നെ വെർബ് എടുക്കുക, വെർബ് ഓക്സിഡന്റ് എടുക്കുക. ഓക്സിഡന്റ് നേരിട്ടുണ്ടാവും, ഇല്ലാത്തത് ഡു ഡിഡ് ഡസ് ആണ്. അത് നമ്മൾ മുറിച്ചെടുക്കണം അതിൻ്റെ ഉള്ളിൽ നിന്ന്. അതിന്റെ ഓക്സിഡനെ പറ്റി കൃത്യമായിട്ട് അറിയണമെങ്കിൽ പാർട്ട്
ഞാൻ പ്രസന്റ് സിമ്പിൾ പാർട്ട് 1 സിമ്പിൾ പ്രസന്റ് പാർട്ട് 1 എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കുക. ഓക്കെ, ഡസ് ഹി. അപ്പോൾ ഇതിന് ഓപ്ഷൻ ഏതാണ്? ഡസ് ആണുള്ളത്. ഡസ് എടുത്തു. പിന്നെ നോട്ടാക്കണോ വേണ്ടതെന്ന് നോക്കുമ്പോൾ സെൽഡം എന്നുള്ള സെമി നെഗറ്റീവ് ഉണ്ട്, അപ്പോൾ നോട്ട് വെക്കരുത്. പിന്നെ അവൻ ഹി. ആളെ പേര് ഇവിടെ നമുക്ക് വിക്ടർ എന്ന് ഇവിടെ വെക്കൂല, അത് ടാഗിൽ ഹി എന്ന് വരുള്ളൂ. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 3. I keep my books here. I keep my books here. I keep my books here. ഇത് നിങ്ങൾ പാസീവിലേക്ക് മാറ്റണം. പാസീവ് ഇത് എന്താണ്? ആക്റ്റീവ് വോയിസ് ആണ്. ആക്റ്റീവ് വോയിസ് ആണ് ഇത് പാസീവിലേക്ക് മാറ്റണം. ഇത് പാസീവിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കണം, ആദ്യം നോക്കേണ്ട ഏതാണ് ടെൻസ്. 12 ടെൻസിൽ ഏതോ ഒരു ടെൻസാണ്. ഈ ടെൻസിനാണ് നമ്മൾ ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. പാസീവ് വോയിസ് ആ 12 എണ്ണത്തിനും ഇല്ല, 8 എണ്ണത്തിന് നിലവിലുള്ളൂ അല്ലെ ഉപയോഗത്തിലുള്ളൂ. ആ 8 എണ്ണത്തിലാണ് ചോദിക്കുക. അതിൽ ഇതേതാണെന്നുള്ളത് നോക്കണം. ഇതേതാ? ഐ കീപ്പ് എന്ന് വരുന്ന ഏത് ടെൻസാണ്? ഐ കീപ്പ്. ഇതിന് മുമ്പ് ഓക്സിലറി ഒന്നും ഇല്ല, പ്രസന്റ് ഫോമാണ് വെച്ചിരിക്കുന്നത്. ഒരു ഓക്സിലറി ഇല്ലാണ്ട് പ്രസന്റ് ഫോം മാത്രം വെച്ചിരുന്നാൽ അത് പ്രസന്റ് സിമ്പിൾ ആണ്. 12 ടെൻസിൽ ആദ്യത്തെ ടെൻസ് പ്രസന്റ് സിമ്പിൾ. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ ഇതിന്റെ പാസീവ് വോയിസ് ഉണ്ടാക്കണം. ഇതിന്റെ പാസീവ് ഉണ്ടാക്കുന്ന നിയമം എന്താ? പ്രസന്റ് സിമ്പിളിന്റെ പാസീവ് വോയിസ് ഉണ്ടാക്കുന്ന നിയമം എന്താണ്? എന്താ? ഈസ്, എം, ആർ പ്ലസ് പി പി. ഇതാണ് അതിന്റെ നിയമം. വെർബ് ചേഞ്ച് ചെയ്യണം. ഇത് ഓരോരോ ടെൻസ് കൊടുക്കുമ്പോൾ ഞാൻ ഓരോന്ന് പറയൂട്ടോ, എല്ലാം കൂടെ ഒരുമിച്ച് പറയണ്ടെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഓരോരോ ടെൻസും ഓരോരോ നിയമം. ഇപ്പൊ പ്രസന്റ് സിമ്പിളിൽ മാറ്റണ്ടേ? പ്രസന്റ് സിമ്പിൾ ആക്റ്റീവ് വോയിസ് വന്നു കഴിഞ്ഞാൽ അത് പ്രസന്റ് സിമ്പിളിന്റെ പാസീവിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള നിയമമാണ് ഞാൻ ഇവിടെ എഴുതിയത്. പ്രസന്റ് സിമ്പിളിന്റെ ആക്റ്റീവ് വോയിസിന്റെ നിയമം ഡസ്, ഡു പ്ലസ് പ്രസന്റ് ആണ്. പക്ഷെ അതിന്റെ പാസീവിലേക്കുള്ള ഫോർമുലയാണ് ഞാൻ ഈ പറഞ്ഞത്, ഈസ്, എം, ആർ പ്ലസ് പി പി. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്താ വരിക? നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം, പാസീവ് വോയിസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഓബ്ജക്റ്റ് മുമ്പിലേക്ക് വെക്കണം. ഇതിൽ ഓബ്ജക്റ്റ് ഏതാണ്? എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട്, ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വരുന്നതാണ്. ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വരുന്നതല്ല, ലാസ്റ്റ് വരുന്നിടത്ത് ഇവിടെ കൊണ്ടുപോകും. അങ്ങനെയാവുന്നില്ല. ഓബ്ജക്റ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ നോക്കേണ്ടത് വെർബിനാണ് നോക്കേണ്ടത്. കീപ്, സൂക്ഷിക്കുക. അപ്പൊ ഇവിടെ രണ്ട് വരുന്നവരെ കാണുമ്പോൾ ഇത് കാണാം, ഇത് കാണാം കേട്ടാ. ഇതിൽ ഏതാണ് ഓബ്ജക്റ്റ്? ഇതാണ് ഓബ്ജക്റ്റ്, ഇതാണ് ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റ് അറിയണമെങ്കിൽ നിങ്ങൾ വെർബിന്റെ അർത്ഥം നോക്കണം. കീപ്, സൂക്ഷിക്കുക. എന്താ സൂക്ഷിക്കുന്നത്? ഇവിടെ എന്നുള്ളതിനാണോ സൂക്ഷിക്കുന്നത്? എന്റെ പുസ്തകങ്ങളാണോ സൂക്ഷിക്കുന്നത്? എന്താ സൂക്ഷിക്കുന്നത്? ഇപ്പൊ കുടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ വരും. കുടിക്കുക എന്ന് പറഞ്ഞാൽ എ കപ്പ് ഓഫ് മിൽക്ക്. എന്താ കുടിച്ചത്? മിൽക്കാണ്. എ കപ്പ് ഓഫ് മിൽക്കാണ് കുടിച്ചത്. അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും ഉണ്ടാവും? വിത്ത് മൈ ഫ്രണ്ട് എന്നുണ്ടാവും. അത് നിങ്ങൾ ഒബ്ജക്റ്റ് ആയിട്ട് കാണരുത്. ഫ്രണ്ടിന്റെ കൂടെ ഒരു കപ്പ് ചായ കുടിച്ചതാണ്, പക്ഷെ എ കപ്പ് ഓഫ് ടീ അതാണ് ഒബ്ജക്റ്റ്. ഫ്രണ്ടിന്റെ കൂടെ എന്നുള്ളത് അത് ഒബ്ജക്റ്റ് അല്ല. കുടിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? വിത്ത് ഫ്രണ്ട് എന്നാണോ? അപ്പൊ നമ്മളെപ്പോഴും ഓബ്ജക്റ്റ് ഇവിടെ കിട്ടുന്നില്ല. നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓബ്ജക്റ്റ് കിട്ടാൻ വേണ്ടി വെർബിനെയാണ് നോക്കേണ്ടത്. വെർബ് ഉണ്ടാ? കുടിച്ചു എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അത്. വാങ്ങി, എന്താ വാങ്ങിയത്? അത്. കൊടുത്തു, എന്താ കൊടുത്തത്? അത്. സംസാരിച്ചു, എന്താ സംസാരിച്ചത്? അത്. ആ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക? വെർബ് നോക്കിയിട്ട് നിങ്ങൾ ഓബ്ജക്റ്റ് എടുക്കുന്നത്. അപ്പോൾ അവിടെ എന്താ ഓബ്ജക്റ്റ്? മൈ ബുക്സ് ആണ്. അപ്പൊ അങ്ങനെ വെച്ചിട്ട് തുടങ്ങണം. പെൻസിൽ എന്താ വരിക? മൈ ബുക്സ്. മൈ ബുക്സ് പ്രസന്റ് സിമ്പിൾ ആണ്. ഇത് വെക്കണം. ബുക്സ് ആയതുകൊണ്ട് ഈസോ എമോ ആറോ ഏതാ വെക്കുക? മൈ ബുക്സ് ആർ. പിന്നെ കീപ്പിന്റെ പാസ്റ്റ് വാട്സപ്പ് kept, by kept here. എന്നിട്ട് ഇത് വെക്കട്ടോ. ഇത് ഇത്രയും കഴിഞ്ഞ് നിങ്ങൾ ബൈ എന്ന് പറഞ്ഞ ഏജന്റ് വെക്കുന്നതിന് മുന്നേ ഹിയർ വെക്കുക. മൈ ബുക്സ് ആർ കെപ്റ്റ് ഹിയർ. പിന്നെ ബൈ മീ ഉണ്ടെങ്കിൽ വെക്കുക, ഇനി വെച്ചിട്ടില്ലെങ്കിലും തെറ്റൊന്നല്ല. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സാധനം. ഇത് ഈ വെർബ് കേട്ടത് ആർ കെപ്റ്റ്. മൈ ബുക്സ് ആർ കെപ്റ്റ് ഹിയർ. അപ്പോൾ ഈ ഒരു ഓപ്ഷനാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, അടുത്ത് നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 4. ഇതിപ്പോ ഓരോ പാസീവ് ഒന്ന് ചെയ്ത് ഇപ്പൊ നാളെ ഇതേമാതിരി വീണ്ടും പാസീവ് ചെയ്യും, വീണ്ടും ഒരു പാസീവ് മറ്റന്നാൾ ചെയ്യും. എല്ലാ ദിവസവും പാസീവ് ചെയ്യുന്ന നമുക്ക് വ്യക്തമായ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഓരോന്നോരോന്ന് കണ്ടുപോകാം. അതാണ് ഞാൻ കുറച്ച് എടുത്തിട്ട് അതിന്റെ ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് പോകുന്നതാണ് നല്ലത്. ഓക്കെ, അടുത്ത് നമ്മൾ പറയുന്നത് നാലാമത്തത്, വാട്ട് വിൽ യു ഡു ഡാഷ് നൗ ആൻഡ് 5 o'clock. What will you do? What will you do now and 5
5 o'clock. What will you do now at 5 o'clock? ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഇപ്പൊ ഞാൻ വെറുതെ ഒരു ചോദ്യം ഉണ്ടാക്കി, ഇതൊക്കെ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ് PSC. What will you do dash now and 5 o'clock? ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഫ്രം, ബൈ, ദ, ബിറ്റ്വീൻ. ഫ്രം, ബൈ, ദ, ബിറ്റ്വീൻ. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. 4 1 2 3 4. ഓക്കെ, ഇതിൽ ആൻസർ ഏതാണ് വരിക? നൗ ആൻഡ് 5 o'clock. ഇപ്പോഴും 5 മണിന്റെ ഇടയ്ക്ക് നീ എന്താ ചെയ്യാന്നാ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ബൈയോ ഫ്രമോ ദൗ എന്നല്ലാണ്ട ബിറ്റ്വീൻ ആണ് വരുന്നത്. 2 കാര്യങ്ങൾക്കിടയിലുള്ളതാണ് ബിറ്റ്വീൻ എന്ന് പറയുന്നത്. 2 അതിലധികമോ കാര്യങ്ങൾക്കിടയിലുള്ളതാണെങ്കിലോ എമംഗ് എന്നാ പറയും. എന്താണ് പറയാ? എമംഗ്. AMONG. എമംഗ്. എമംഗ് എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരുടെ ഇടയിൽ, അതിനാണ് പറയാ. രാജു ഈസ് സ്റ്റാൻഡിങ് ഡാഷ് മായാവി ആൻഡ് രാധ. 2 ആൾക്കാരുടെ ഇടയിലാകുമ്പോൾ ബിറ്റ്വീൻ മായാവി ആൻഡ് രാധ. അത് രാജു ഈസ് സ്റ്റാൻഡിങ് ഡാഷ് ദ പീപ്പിൾ. എന്താ? ജനങ്ങളുടെ ഇടയിലാണ് നിൽക്കുന്നത്. അപ്പൊ എമംഗ് ദ പീപ്പിൾ. അപ്പൊ ബിറ്റ്വീനും എമംഗും രണ്ടും സെയിം മീനിങ് ആണ്, ഇടയിൽ തന്നെയാണ്. പക്ഷെ കുറെ ആളുകളുടെ ഇടയിലാണ് എമംഗും, ബിറ്റ്വീൻ കുറച്ച് ആളുകൾ, 2 ആളുടെ ഇടയിലാണെങ്കിൽ ബിറ്റ്വീൻ. അപ്പോൾ നീ എന്താ ചെയ്യുക? എപ്പോ? ഇപ്പോഴും 5 മണിയുടെ ഇടയിൽ നീ എന്ത് ചെയ്യും? ഇപ്പോഴും 5 മണിയുടെ ഇടയിൽ നീ എന്ത് ചെയ്യും? അതിന്റെ ആൻസർ ആണ് എന്ത്? ബിറ്റ്വീൻ ആണ് അവിടെ വരുന്നത്. ഓക്കെ, ഒരു പ്രൊപ്പോസിഷനാണ്. ഇത് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത് 4ാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് അല്ലേ? 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ഐ കെയിം ഹിയർ യെസ്റ്റർഡേ ടു ഗെറ്റ് ദ വർക്ക് സ്റ്റാർട്ടഡ്. ഐ കെയിം ഹിയർ യെസ്റ്റർഡേ to get the work started. I came here yesterday to get the work started. വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്നലെ ഇവിടെ വന്നു. ആര് പറഞ്ഞാണ്? നവീൻ സെറ്റ്. നവീൻ സെറ്റ്. നവീൻ പറഞ്ഞാണ് വർക്ക് തുടങ്ങാൻ വേണ്ടി ഞാൻ ഇന്നലെ ഇവിടെ വന്നു. അപ്പോൾ ഇത് നേരെ നിങ്ങൾ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് നേരെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റണം. ഡയറക്റ്റ് സ്പീച്ച് നിങ്ങൾ നേരെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റണം. അപ്പോൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇത് ഏതാ ടെൻസ് എന്ന് ആദ്യം നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഓരോ ടെൻസും നേരെ മാറ്റുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതിൽ പ്രസന്റ് ഒക്കെ നേരെ കറസ്പോണ്ടിങ് പാസ്റ്റിലേക്ക് മാറുമെന്ന് കഴിഞ്ഞ ഒരു ഭാഗത്ത് നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി അത് പറഞ്ഞിരുന്നത് പ്രസന്റ് ഒക്കെ മാറുന്നതാ പറഞ്ഞിരുന്നത്. പ്രസന്റ് സിമ്പിൾ, പാസ്റ്റ് സിമ്പിൾ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെ 4 നേരെ പാസ്റ്റിലേക്ക് മാറും. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് പാസ്റ്റ് മാറുന്നതാണ്, തിരിച്ചും കൊണ്ട് മാറില്ല കേട്ടോ. ഇനി അതിന്റെ താഴെ അടുത്ത വരുന്നത് പ്രസന്റ് മാറുന്നതാണ് നമ്മൾ പറഞ്ഞത്. ഇനി പാസ്റ്റ് മാറുന്നത് പറയണം. പാസ്റ്റ് മാറുന്നത് എങ്ങനെയാണ്? ഇപ്പൊ പാസ്റ്റ് സിമ്പിൾ, അതാണ് ഒന്നാമത്തെ പാസ്റ്റ് സിമ്പിൾ. രണ്ടാമത്തെ പാസ്റ്റിൽ വരുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ്. മൂന്നാമത്തേതാണ് പാസ്റ്റ് പെർഫെക്റ്റ്. 4ാമത്തേതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെയല്ലേ? ഇങ്ങനെയാണ് പാസ്റ്റിൽ 4 പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് സിമ്പിൾ എന്ന് പറയും, സിമ്പിൾ പാസ്റ്റ് എന്ന് പറയും, അതൊന്നും പ്രശ്നമല്ല കേട്ടോ. ഇങ്ങനെ 4 വന്നാൽ ഈ ഇൻവെർട്ടഡ് കോമാസിന്റെ അകത്ത്, കേട്ടോ, ഇൻവെർട്ടഡ് കോമാസിന്റെ അകത്താ വന്നത്. 2 വെർബ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇൻവെർട്ടഡ് കോമാസിന്റെ അകത്തുള്ള വെർബിന് എന്താ പറയുന്ന പേര്? ഇൻവെർട്ടഡ് കോമാസിന്റെ അകത്തുള്ള വെർബ് കണ്ടത്, അതാണ് ഇൻവെർട്ടഡ് കോമാസിന്റെ അകത്തുള്ള വെർബ്. ഇവിടെ അതിന് പുറത്തുള്ള വെർബ് സെറ്റ്. 2 വെർബ് കണ്ടില്ലേ? അപ്പൊ ഇൻവെർട്ടഡ് കോമാസിന്റെ അകത്തുള്ള വെർബിന് പറയുന്നത് റിപ്പോർട്ടഡ് വെർബ് എന്നാണ്. ഇൻവെർട്ടഡ് കോമാസിന്റെ പുറത്തുള്ള വെർബിന് പറയുന്നവര് റിപ്പോർട്ടിംഗ് വെർബ് എന്നാണ്. അപ്പൊ റിപ്പോർട്ടഡ് വെർബ് പാസ്റ്റ് ആണ്. ഏത് പാസ്റ്റ്? പാസ്റ്റ് സിമ്പിൾ ആണ്. അപ്പൊ പാസ്റ്റ് സിമ്പിൾ ആകുമ്പോൾ അതെങ്ങനെ മാറ്റാം, അത് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പൊ പാസ്റ്റിൽ അത് മാറുന്ന നിയമം നമ്മൾ പഠിച്ചിരുന്നു. പാസ്റ്റ് സിമ്പിൾ വന്നാൽ നിങ്ങൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം എന്നാണ് നിയമം. അതായത് പാസ്റ്റ് സിമ്പിൾ വന്നു കഴിഞ്ഞാൽ, അതായത് എന്താണ്? കെയിം എന്നാണ് പാസ്റ്റ് സിമ്പിൾ എന്ന് വിചാരിക്കുക. എന്താക്കി മാറ്റണം? ഹാഡ് കം എന്നാക്കി മാറ്റണം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? അപ്പോൾ കെയിം എന്ന് പാസ്റ്റ് സിമ്പിൾ വന്നാൽ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കണം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് നിയമം ഹാഡ് പ്ലസ് PP ആണ്. കെയിം എന്ന് പറഞ്ഞാൽ ഹാഡ് കം ആക്കി മാറ്റണം. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് വരുന്നെങ്കിലോ അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയി മാറും. എന്താ പാസ്റ്റ് പെർഫെക്റ്റ് വരുന്നത്? ഇപ്പൊ വാസ് കമ്മിങ് അല്ലെങ്കിൽ വേർ കമ്മിങ് പറയും കേട്ടോ. വാസും വേറെ ഉണ്ടല്ലോ. വാസ് കമ്മിങ്ങോ അല്ലെങ്കിൽ വേർ കമ്മിങ്. വേർ കമ്മിങ് നിങ്ങളിത് എന്താക്കി മാറ്റണം? ഹാഡ് ബീൻ
ഹാഡ് ബീൻ കമ്മിങ്, അങ്ങനെയാണ് വരിക. ഹാഡ് ബീൻ കമ്മിങ്ങുമായി മാറും. അപ്പൊ പാസ്റ്റ് മാറുന്നത് പഠിച്ചു, പാസ്റ്റ് കണ്ടിന്യൂസ് മാറുന്നതും പഠിച്ചു. ഇത് രണ്ടും മാറുന്നത് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. ഇത് മാറുന്നത് പഠിച്ചു, അത് മാറിയതാ. അതിനർത്ഥം തിരിച്ച് ഈ പാസ്റ്റ് പെർഫെക്റ്റ് അങ്ങോട്ട് മാറുന്നല്ല. മനസ്സിലായോ? ഇത് ഇങ്ങോട്ട് മാറുന്ന ഏറോ മാർക്ക് കേട്ടില്ലേ? ഒരു ഭാഗത്തേക്കേ ഉള്ളൂ, ഒരു ഭാഗത്തേക്കേ ഉള്ളൂ. അപ്പൊ പാസ്റ്റ് സിമ്പിൾ മാറുന്നത് പഠിച്ച് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക്, പാസ്റ്റ് കണ്ടിന്യൂസ് മാറുന്നത് പഠിച്ച് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക്. ഇനി പാസ്റ്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും വന്നാൽ എങ്ങോട്ട് മാറും? ആ ഒരു ചോദ്യം ഉണ്ടല്ലോ. അവിടെയാണ് പാസ്റ്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും വന്നാലും മാറ്റമില്ല, ടെൻസിന് മാറ്റണ്ട. ആ ടെൻസ് തന്നെ. പാസ്റ്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും മാറുന്നില്ല, അതേ ടെൻസ് തന്നെ വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ പാസ്റ്റിൽ ഇത് മാറുന്നത് പഠിച്ച്. പ്രസന്റിൽ മാറുന്നത് നമ്മൾ പഠിച്ചു. പ്രസന്റ് ഒക്കെ കറസ്പോണ്ടിങ് പാസ്റ്റിലേക്ക് മാറും. പിന്നെ പാസ്റ്റിൽ വന്നാൽ ഇതാണ് നിയമം. എന്താ? പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് പെർഫെക്റ്റ് ആയി മാറും, പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയി മാറും. പാസ്റ്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും മാറില്ല, ടെൻസ് മാറില്ല. അപ്പൊ ഇവിടെ ഏതാ വന്നിരിക്കുന്ന ഗെയിം കേട്ടോ? പാസ്റ്റ് സിമ്പിൾ ആണ്. ഇതെന്തായി മാറും? ഗെയിം എന്തായി മാറും? ഹാഡ് കമ്മായി മാറും. പിന്നെ ചില വേർഡുകളുണ്ട്. അത് പാസീവിലുള്ള ചില വേർഡുകളാണ്. ഇപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഇന്ന് വരും, ഇന്ന് വരും അവൻ പറഞ്ഞ ഒരു കൊല്ലം മുന്നേ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിക്കാം, അന്ന് അവനെ നിങ്ങൾ കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? ഇന്ന് വരും. ഇന്ന് വരും എന്ന് പറഞ്ഞാൽ ഇന്ന് പറയാൻ പറ്റുമോ? അന്നല്ലേ. ഇന്ന് പറഞ്ഞാൽ അന്നാണ്. ഒരു കൊല്ലം മുന്നോ, ഒരാഴ്ച മുന്നോ, ഒരു മാസം മുന്നോ എത്ര ആയിരിക്കും? അപ്പോൾ ഇന്ന് എന്നുള്ളത് എന്താവും? അന്ന് എന്നാവും. ടുഡേ, ദാറ്റ് ഡേ. ഇന്നലെ എന്നുള്ളതോ? ഇന്നലെ നീ ടൗണിൽ പോയോ? അവൻ ചോദിച്ചതാ. അത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരാൾ ചോദിക്കുന്നത്. അന്ന് അവിടെ ബീച്ചിൽ വെച്ച് അവനെന്തോ ചോദിച്ചല്ലോ എന്നോട്, ഇന്നലെ നീ ടൗണിൽ പോയെന്ന് ചോദിച്ചില്ലേ എന്ന് ചോദിച്ചാൽ 2 വർഷം കഴിഞ്ഞിട്ട് അപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ ഇന്നലെ എന്ന് പറഞ്ഞാൽ 2 വർഷം കഴിഞ്ഞിട്ടുള്ള ഇന്നലെ എപ്പോഴാ? അതുകൊണ്ടാണ് ഇന്നല എന്നുള്ള വേർഡ് എന്താവും? ഇന്നലാന്ന് നിങ്ങൾ വെക്കണ്ട, അവിടെ വെക്കരുത്. എന്താക്കണം? തലേ ദിവസം. എപ്പോഴാണോ അത് പറഞ്ഞിരിക്കുന്നത് അതിന്റെ തലേ ദിവസം. അതാണ് യെസ്റ്റർഡേ എന്തായി മാറും? ദ പ്രീവിയസ് ഡേ. ടുഡേ, ദാറ്റ് ഡേ. യെസ്റ്റർഡേ, ദ പ്രീവിയസ് ഡേ. ആൻഡ് ടുമോറോ, നാളെ. നാളെ ഇപ്പൊ ഇന്ന് പറഞ്ഞതാ. ഇന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ കാര്യം 1 വർഷം കഴിഞ്ഞപ്പോൾ ചോദിക്കുക. അന്നേ അയാൾ നേരെ വില്ലേജ് ഓഫീസിൽ വന്നപ്പോൾ നിന്നോട് പറഞ്ഞല്ലോ നാളെ കാണാന്ന്. എന്താ പറഞ്ഞത്? നാളെ കാണാന്ന്. നാളെ കാണാന്നല്ല പറയുന്നത്. നാളെ എത്ര ദിവസം കഴിഞ്ഞു? 1 കൊല്ലം കഴിഞ്ഞില്ലേ? അപ്പൊ നാളെ എന്നുള്ളത് ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം എന്നാവും. അപ്പൊ ടുമോറോ, ദ നെക്സ്റ്റ് ഡേ. യെസ്റ്റർഡേ, ദ പ്രീവിയസ് ഡേ. ടുഡേ, ദാറ്റ് ഡേ. അങ്ങനെയുള്ള ചില വേർഡുകൾക്ക് അവിടെ ചേഞ്ച് ഉണ്ട്. നൗ, ദെൻ ആണ്. നൗ വന്നിട്ടുണ്ടെങ്കിൽ ദെൻ ആണ്. നൗ, ഇപ്പോൾ എന്ന് പറഞ്ഞാ. ഇപ്പോൾ എന്ന് പറഞ്ഞ 1 കൊല്ലം മുന്നേ. അപ്പോൾ. എഗോ, ബിഫോർ. ഹിയർ, ഇവിടെ എന്ന് പറഞ്ഞതാ. ഇവിടെ നീ നാളെ രാവിലെ വരണം. ഇവിടെ എന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ സംസാരിക്കുന്നത് ഗൾഫിലായിരിക്കും. അന്ന് അവരെന്തേ പറഞ്ഞത്? അന്ന് ഇവിടെ വരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഗൾഫിലോ? അല്ല, പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ എന്താ? ഹിയർ, ദർ. അങ്ങനെ ചില മാറ്റങ്ങളുള്ള ചില വേർഡുകളുണ്ട്. അത് ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ റിപ്പോർട്ടർ സ്പീച്ച് എന്ന വ്യക്തമായിട്ട് അത് മാത്രമായിട്ട് എടുക്കും ഒരു എപ്പിസോഡ്. അപ്പൊ അത് നിങ്ങൾ വാച്ച് ചെയ്യുക. അപ്പം കൃത്യമായിട്ട് ഇത് പറയും. ഓക്കെ, ഇവിടെ ഇപ്പൊ ഞാൻ ഈ ആൻസർ ആണ്. അപ്പൊ പിന്നെ എന്താ പറയാ? ഐ കെയിം ഹിയർ യെസ്റ്റർഡേ ടു ഗെറ്റ് ദ വർക്ക് സ്റ്റാർട്ടഡ്. നവീൻ പറഞ്ഞതാ. അപ്പൊ നവീൻ സെഡ് ദാറ്റ് he had come there. കണ്ടോ? ഹിയർ ഇവിടെ എന്നുള്ള there ആവും, അവിടെ. He had come, ഞാൻ എന്നല്ല, അവൻ വന്നിട്ടുണ്ടായിരുന്ന. നവീൻ said that he had come there the previous day to get the work started. അങ്ങനെ എന്റെ ആൻസർ എന്താണ്? നവീൻ said that. ആൻസർ ഞാൻ എഴുതേ. Naveen said that he had come there the previous day to start the work. No. ഇവിടെ ശ്രദ്ധിച്ച കാര്യം എന്തെല്ലാക്കെയാ? ദാറ്റ് വന്ന് 2 സെന്റൻസുകളെ എങ്ങനെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമ്മൾ ദാറ്റ് വെക്കണം. അത് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ടാണ്. സ്റ്റേറ്റ്മെന്റ് ഇല്ലെങ്കിൽ ദാറ്റ് വരൂല. അത് ഞാൻ വേറെ പറയും. നവീൻ said that he had come there the previous day to start the work. ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഇതുപോലെ നമ്മൾ വീണ്ടും നാളെയും വരും. അടുത്ത ക്ലാസ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.